നഗരസഭയിൽ മറിച്ചൊന്നും ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. MLA-യുടെ നേതൃത്വത്തിൽ ചില സ്വപ്നങ്ങളൊക്കെ നെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഈ 13-ാം തീയതി വരെ ആയുസുണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു ബോധ്യം. 13-ാം തീയതി സ്വപ്നം ഒരു ദിവാസ്വപ്നമായിരുന്നു. നഗരസഭയിലെ 14-ാം വാർഡ് കുട്ടിപ്പാറയിലാണ്. ഇവിടെ UDF-ഉം LDF-ഉം നല്ല പോരാട്ടത്തിലാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. LDF കുറച്ച പ്രതീക്ഷയിലാണ്, UDF-ഉം കുറച്ച പ്രതീക്ഷയിലാണ്. നമ്മളിപ്പം CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA-യും നാട്ടുകാരുടെ ജനകീയ മുഖവുമായ V ശശികുമാറുണ്ട്. ഈ UDF പറയുന്നത് വലിയ മത്സരമുണ്ട്, LDF പ്രവർത്തകർ ചില ആളുകളെയും പറയുന്നത് ടൈറ്റ് മത്സരമാണെന്ന് പറയുന്നെങ്കിലും ഈ നാട്ടുകാരുടെ ആവേശം കാണുമ്പോൾ, വോട്ടർമാരുടെ ആവേശം കാണുമ്പോൾ എന്ത് തോന്നുന്നു? എനിക്ക് യാതൊരു സംശയമില്ല. ഉണ്ണികൃഷ്ണനാണ് ഇവിടെ സ്ഥാനാർത്ഥി. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അറേഞ്ച്മെന്റ്സ് ഇപ്പൊ എല്ലാവരും കാണുന്നുണ്ടാവും. നല്ല ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ളൊരു വാർഡാണ്. ഉണ്ണികൃഷ്ണൻ നല്ല തൃപ്തികരമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നഗരസഭയിൽ മറിച്ചൊന്നും ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. MLA-യുടെ നേതൃത്വത്തിൽ ചില സ്വപ്നങ്ങളൊക്കെ നെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഈ 13-ാം തീയതി വരെ ആയുസുണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു ബോധ്യം. 13-ാം തീയതി സ്വപ്നം ഒരു ദിവാസ്വപ്നമായിരുന്നു, യാഥാർത്ഥ്യം മറിച്ചായിരുന്നു എന്ന് അദ്ദേഹത്തിനും ബോധ്യപ്പെടുമെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഞങ്ങളോട് പറഞ്ഞത് 25ഓളം സീറ്റ് നേടി ഇത്തവണ നഗരസഭ ഭരണം പിടിക്കുമെന്നാണ് പ്രധാനപ്പെട്ട. അതിന് അടിയൊഴുക്കുകളുണ്ട്, പല കാരണങ്ങളൊക്കെ അവരിങ്ങനെ ചൂണ്ടിക്കാട്ടി. പക്ഷെ അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, 3 പതിറ്റാണ്ടായി LDF-ന്റെ കോട്ടയാണ്, ആ കോട്ട ഇളകുമെന്നുള്ള ആത്മവിശ്വാസം അതിര് കടക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴും അവർ പറഞ്ഞത് 13-ാം തീയതി വരെ കാത്തിരിക്കൂ, UDF അധികാരത്തിലെത്തും. നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ അവരുടെ സ്വപ്നം ദിവാസ്വപ്നമാവും. എനിക്കതിലൊരു സംശയമില്ലേ. അവര് എന്ത് കണ്ടിട്ടാണ് സ്വപ്നം കാണുന്നത്? സ്വപ്നമല്ലാതെ യാഥാർത്ഥ്യമായതൊന്നും പറയാൻ കേരളത്തിലെ UDF-നില്ല. എല്ലാ നിലയിലും അത് ശിഥിലമായിരിക്കുകയാണ്, രാഷ്ട്രീയമായി പാപ്പരായിരിക്കുകയാണ്, ധാർമ്മികമായി തകർന്നിരിക്കുകയാണ്. ഒരു രക്ഷ അവർക്ക് UDF-ന് കേരളത്തിലില്ല. മികച്ച ഭൂരിപക്ഷത്തോടെയാവും LDF ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക. അതിൽ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വാർഡുകൾ വിജയിച്ച മലപ്പുറം ജില്ലയിലെ LDF വിജയിക്കുന്ന നഗരസഭകളിലെ 1-ാം സ്ഥാനത്തായിരിക്കും പെരിന്തൽമണ്ണ. ഒരു സംശയവും അതിൽ കരുതേണ്ടതില്ല. ഇങ്ങനെ പറഞ്ഞ് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് കാടിളക്കി എന്തെങ്കിലും സംഭവിപ്പിക്കാൻ കഴിയുമോ എന്ന ഒരു മൂഢസ്വർഗത്തിലാണ് അവർ നിൽക്കുന്നത്. അതിന് വളരെ 2 ദിവസത്തെ ആയുസേ ഉള്ളൂ. അത് പൊലിഞ്ഞു പോകുന്നു എന്നാണ് എനിക്ക് പറയാൻ. V ശശികുമാർ അദ്ദേഹം പ്രതികരിച്ചത്, അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ തന്നെ ഉണ്ട്, UDF-ന് വെറും ദിവാസ്വപ്നമാവുമെന്ന്. LDF ഈ വാർഡ് ഉൾപ്പെടെ നഗരസഭയിലെ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തും LDF എന്നാണ് ശശികുമാർ പറഞ്ഞത്. താങ്കൾ ഉണ്ണികൃഷ്ണൻ മാഷെ, ഈ വാർഡ് വലിയ മത്സരം നടക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ശശികുമാറിനെ പോലെ എല്ലാവരും LDF നേതാക്കൾ പറയുന്നത് മത്സരമൊന്നുമില്ല, LDF തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന. ഈ വാർഡിലെ സ്ഥാനാർത്ഥി കൂടിയാണ്, മുൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഇനി LDF അധികാരത്തിലെത്തുമ്പോൾ ഭരണതലത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തുണ്ടാവുന്ന ആളാണ്. എന്ത് പറയുന്നു? പെരിന്തൽമണ്ണയിലെ കുറിച്ച് സഖാവ് ശശികുമാർ പറഞ്ഞാണ് ശരി. കാരണം ഞങ്ങൾ ഇങ്ങനെ ഇത്രയും ആധികാരികമായിട്ട് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, വാർഡ് ഡീലിമിറ്റേഷൻ മുതൽ ഞങ്ങളുടെ പ്രവർത്തകർ താഴെ തട്ടിൽ നടത്തിയിട്ടുള്ള ഒരു ഇടപെടലുകളും പ്രവർത്തനങ്ങളും ഉണ്ട്. അവരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ട് തന്നെയാണ് ഞങ്ങളുടെ കരുത്ത്. ഞങ്ങളുടെ പ്രവർത്തകർ അത്ര ആത്മാർത്ഥമായി ഡീലിമിറ്റേഷൻ, തുടർന്ന് വോട്ടർ പട്ടിക, അതിന്റെ വീണ്ടും പുതുക്കല്, ഇപ്പൊ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. എൻ്റെ വാർഡിൽ മാത്രം പറഞ്ഞാൽ 250-ലധികം ആളുകൾ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു, 250-300 ആളുകൾ എൻ്റെ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നു. ഇന്നലെയൊക്കെ രാത്രി കുട്ടികൾ അടക്കമുള്ള ഒരു 150ഓളം ആളുകൾ ഫീൽഡിലാണ്. അവർ മാത്രം വോട്ട് ചെയ്താൽ തന്നെ ജയിക്കാനുള്ള ഭൂരിപക്ഷമായി. ബാക്കി കുടുംബാംഗങ്ങൾ ചെയ്തെന്നാണ് ഭൂരിപക്ഷം കൂടും. നല്ല മികച്ച, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെരിന്തൽമണ്ണ നഗരസഭയിൽ ഒരുപക്ഷെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം എന്ന് മാത്രമല്ല, നിങ്ങളോട് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്, 23 മുതൽ 27 വരെ സീറ്റുകൾ എന്ന് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇടതുപക്ഷം മറ്റന്ന ഈ നേരാകുമ്പോഴേക്കും ഏറെക്കുറെ എണ്ണി തീരുന്ന കണക്കാക്കണം. ഒരു ഏറെക്കുറെ ഈ സമയമാകുമ്പോഴേക്കും അതിൻ്റെ ട്രെൻഡ് വരും. 23 മുതൽ 27 വരെ സീറ്റുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന കാര്യത്തിൽ അവർ പറഞ്ഞു. ഏതായാലും വലിയ പ്രതീക്ഷയാണ്. 25ഒക്കെയാണ് UDF പറയുന്നത്. നികഷമാഷെ 23 മുതൽ 27 വരെ
സീറ്റുകൾ നേടി വലിയ ഭൂരിപക്ഷത്തോടു കൂടി പെരിന്തൽമണ്ണ നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കും, തുടരും, ഭരണം തുടർച്ചയുണ്ടാകുമെന്നാണ് ഉണ്ണികൃഷ്ണൻ മാഷ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോ നേതാക്കളൊക്കെ പ്രതികരിക്കുന്നു, ജനഹിതം നടന്നുകൊണ്ടിരിക്കുന്നു. ജനഹിതം പോലെ നടക്കട്ടെ അല്ലേ മാഷെ? എന്തായാലും ജനഹിതം പോലെ നടക്കട്ടെ, ജനം തീരുമാനിക്കട്ടെ. UDF-കാരുടെ സ്വപ്നം ദിവാസ്വപ്നമാണ്. അത് 2 ദിവസം കഴിഞ്ഞാൽ പൊലിഞ്ഞു പോകുന്ന പറയുന്നത്. UDF-കാർ വലിയ ആത്മവിശ്വാസത്തിലാണ്. LDF ആണെങ്കിൽ അത് ഉരുക്കുകോട്ടയാണ്, ഒരു കാരണവശാലും അത് ഇളകാൻ പോകുന്നില്ലെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അപ്പോൾ ആരെ വഴിക്കണമെന്ന് തീരുമാനിക്കേണ്ട ജനങ്ങളാണ്. ജനം വലിയ ആവേശത്തിലാണ് വോട്ടർമാര്. ഓരോ ബൂത്തിലും ഞങ്ങൾ ചെല്ലുമ്പോൾ വലിയ ആവേശത്തിലാണ്. അത് LDF-ന്റെ പ്രവർത്തകരായാലും UDF-ന്റെ പ്രവർത്തകരായാലും അവിടെയൊക്കെ ആവേശത്തോടു കൂടി ജനങ്ങൾ വരുമ്പോൾ തങ്ങളുടെ വോട്ടായിരിക്കും എന്നൊക്കെ പ്രതീക്ഷയുണ്ട്. അവരൊക്കെ ഞങ്ങളോട് പങ്കുവെച്ച അങ്ങനെയാണ്. പക്ഷെ അസന്ദിഗ്ധമായി വി ശശികുമാർ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDF-ന് വലിയ മേൽക്കൈ ഉണ്ടാകും. മലപ്പുറം ജില്ലയിലും മേൽക്കൈ ഉണ്ടായി. പെരിന്തൽമണ്ണ UDF-ന് സ്വപ്നം കാണാൻ മാത്രം പറ്റുകയുള്ളൂ. LDF തന്നെ അധികാരത്തിലെത്തും. വലിയ കൗൺസിലർമാരുടെ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്നാണ് ശശികുമാർ പറയുന്നത്. ജനം തീരുമാനിക്കട്ടെ എന്നാണ്. ജനം തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനഹിതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമറാമാൻ ഷാഹിദ് ജബ്ബാർ വേണ, ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ 40% വരെ ഓഫർ. സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും. പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ. എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ 0% ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം. വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, പൊന്നാനി, നിലമ്പൂർ.